നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഗായത്രി, ഗായത്രി. ഏട്ടനേട്ടത്തി എന്താ ഈ നേരത്ത്? ഇവിടേക്ക് വരാൻ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയം നോക്കണോ ഗായത്രി? ഇരിക്കേട്ടാ. ഭാവനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഗായത്രി? എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഇല്ല മാമി, അതുപോലെ തന്നെ. എന്നാ പിന്നെ അവിടെ ഇട്ട് അവളെ കഷ്ടപ്പെടുത്താതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ചൂടെ? നാട്ടിൽ എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്. ചെയ്യാവുന്ന ചികിത്സയെല്ലാം അവൾക്ക് വേണ്ടി സൂര്യ ചെയ്യുന്നുണ്ടേട്ടാ. എവിടെ? വീട്ടിലിട്ട് ചികിത്സിച്ചാലൊന്നും ഇന്നും നാളെ ശരിയാവാൻ പോകുന്നില്ല. സൂര്യക്ക് നല്ല കാശുള്ളതല്ലേ, ദൂരെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ. ഭാവനേച്ചി രക്ഷപ്പെടുത്താൻ വേണ്ടി സൂര്യേട്ടൻ ലോകത്തെ എവിടെ കൊണ്ടുപോകാനും റെഡിയാണ് വല്യമ്മേ. അതെ മാമി, എന്തായാലും ഇവിടത്തെക്കാളും സംരക്ഷണം അവൾക്ക് സൂര്യ കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങളെ കൊണ്ടൊന്നും അവളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നല്ലേ? വല്യമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ചേച്ചിയെ സംരക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞോ? ചേട്ടാ പാടേ, ഇത് കൊള്ളാം. ഇവിടത്തെക്കാളും നന്നായിട്ട് സൂര്യ ഭാവനെ സംരക്ഷിക്കുമെന്ന് മായല്ലേ ഇപ്പൊ പറഞ്ഞത്? അതിനർത്ഥം ഞങ്ങളെ കൊണ്ട് കഴിവില്ല എന്നാണോ? വേണ്ട ജാനകി, വെറുതെ എന്തിനാ ഇങ്ങനെ ഒരു സംസാരം? അല്ല, സേതുവിനെ കണ്ടില്ലല്ലോ. പുതിയൊരു വർക്കിന്റെ കാര്യത്തിന് രമേശിനോടൊപ്പം പുറത്തു പോയിരിക്കാം. വെറുതെ നിന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കണമെന്ന് വിചാരിക്കും, എന്തായി നിന്റെ ഉദ്യോഗക്കാര്യം? ഇപ്പൊ അനക്കൊന്നും കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ ബാച്ചിന്റെ ഇന്റർവ്യൂ വിളിച്ചു തുടങ്ങിയിട്ടില്ല വല്യച്ഛ. നന്നായിട്ട് പഠിച്ചോളണം. അറിയാലോ, ഭാവനയ്ക്ക് സംസാരിക്കാനും നടക്കാനും ഒന്നും കഴിയുന്നില്ലെങ്കിലും മനസ്സ് മുഴുവൻ നിന്റെയും ഭാനുവിന്റെയും കാര്യമാണ്. പിന്നെ ഭാമയുടെ. അല്ല, അഭി പിന്നെ വന്നില്ലേ? അതെങ്ങനെ വരും മാമ? അന്നിവിടെ നടന്നതെല്ലാം മാമനല്ലേ അമ്പാലിക ആന്റിയെ വിളിച്ച് പറഞ്ഞത്. അതിന്റെ പേരിലല്ലേ അഭി വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയത്. ഞാനെന്ത് ചെയ്തു? അനിരുദ്ധിനും അമ്പാലികയും ചെയ്ത കാര്യം ഇവിടെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതൊരു നല്ല കാര്യമല്ലേ? ഇല്ലെങ്കിൽ പിന്നെയും ഭാമ വേണ്ടേ അവിടെ പോയി അനുഭവിക്കാൻ? പപ്പേട്ടനെന്ന് പറഞ്ഞതുകൊണ്ട് ദേ ഈ നിൽക്കുന്ന ഭരത് സേതു ഒക്കെ സത്യാവസ്ഥ അറിഞ്ഞു. എന്നിട്ടിപ്പോ ഞങ്ങളായോ കുറ്റക്കാര്? അഭി തുണിയെടുത്ത് എന്തോ എന്താ ഇത്? എന്തിനെങ്ങനെ നശിക്കുന്നേ? നീ ഇപ്പൊ അവനോടൊന്നും ചോദിക്കണ്ട, ഇവന് തീരെ ബോധമില്ല. കൊള്ളാടാ സേതു, 3 പേരും കൂടി മൂക്കറ്റം കുടിച്ചിട്ട് വരികയാണല്ലേ? ഞങ്ങള് കുടിച്ചിട്ടൊന്നുമില്ല. കണ്ടാലും പറയും. എന്തൊരു കഷ്ടമാണെന്ന് പറ. ഞങ്ങള് കുടിച്ചിട്ടൊന്നുമില്ല, അതാദ്യം ഒന്ന് വിശ്വസിക്കും. മറ്റാര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാം. പക്ഷെ നീയും ദേ ഈ രമേശനും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അടിക്കുന്നു. മതിയെടുത്തി. സേതുവും രമേശനും കുടിച്ചില്ല എന്ന് അവൻ പറഞ്ഞല്ലോ, പിന്നെ എന്താ?
ആ ഭാമേ, എന്തായാലും സേതുവിനൊരു കൂട്ടായി. ഇനിയിപ്പോ അളിയനും കൂടി വീട് തന്നെ ഒരു ബാറാക്കുമല്ലോ. ഒന്ന് മതിയാക്ക് മാമ. എന്തിനാ മറ്റുള്ളവരുടെ വേദന ഇങ്ങനെ കാർന്ന് തിന്നുന്നേ? ഇതിനാണോ രണ്ടുപേരും കൂടി ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? നീ പറ. അബി, എന്താ അബി ഇത്? നീ ഇതെന്തൊക്കെയായി കാണിക്കുന്നേ? ഞാനെന്തോ കാണിച്ചെന്നാ? എന്നെ ഇപ്പൊ ആർക്കും വേണ്ട. എൻ്റെ അമ്മയ്ക്ക് വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട, എൻ്റെ കൂട്ടുകാർക്കും വേണ്ട. പിന്നെ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കാനാ? പാവം എൻ്റെ ഭാവനേച്ച കൊണ്ടാണ് ഈ ഗതി വരത്തില്ലായിരുന്നു. കണ്ടില്ലേ പാപ്പട്ട, ഈ കണ്ടീഷനിലും ഭാവന അവൻ പുകഴ്ത്തുന്നത്. ഈ രംഗം ആ അമ്പാലിക വേണം കാണാൻ. പുന്നാരമോന്റെ വിളയാട്ടം. പാപ്പട്ട, ഇത് നമുക്കൊന്ന് വീഡിയോ എടുത്താലോ? ഈ അടിയുണ്ടാക്കാതെ അടങ്ങി നിൽക്ക് ജാനകി. സേതു, ഇനി ഇവനെ ഇവിടെ ഇട്ടിങ്ങനെ നാറ്റിക്കാതെ കൊണ്ടുപോയി 2 ബക്കറ്റ് വെള്ളം എടുത്ത് തലയിൽ ഒഴിക്ക്. ഓർമ്മയില്ലേ സേതു, നീയും ഭാവനയും കൂടെ പ്രതീക്ഷ ഇതുപോലെ ഫിറ്റായി വന്നപ്പോ പറഞ്ഞു തന്നത്? പറഞ്ഞു തന്നത് മാത്രമല്ലല്ലോ ജാനകി, സേതുവും പ്രാർത്ഥനയും കൂടിയല്ലേ പ്രതീഷിനെ കുളിപ്പിച്ചത്. അബി, സേതു, വിളിച്ചോണ്ട് പോ അബി അകത്തോട്ട്. കൊണ്ടുപോയി കുളിപ്പിക്കടാ. പതുക്കെ. അയ്യോ, സൂക്ഷിച്ച പതുക്കെ. ഭാമ മാറി നിൽക്കുക. പോ അകത്തേക്ക്. പ്രശ്നം ഇതൊക്കെ എന്താ ഗായത്രി? നിങ്ങൾക്കൊന്നും ഒരു കാലത്തും രക്ഷപ്പെടേണ്ടെന്നാണോ? സത്യം പറഞ്ഞ വിഷമമുണ്ട് ഗായത്രി. ഒന്നുകൊണ്ടും നിനക്ക് ഇവിടെ ഒരു സമാധാനമില്ലല്ലോ. ഇപ്പോഴിതാ അഭി വരെ മദ്യത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർക്കൊക്കെ അത് തലതിരിഞ്ഞേ തോന്നുള്ളൂ പാപ്പേട്ട. അതുകൊണ്ട് നമ്മളൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ആ, എന്തായാലും ഇതിങ്ങനെ കണ്ടില്ലെന്ന് വെക്കാനൊന്നും പറ്റില്ല. ഈ വിവരം ഇന്ന് തന്നെ ഞാൻ അമ്പാലിയെ വിളിച്ച് പറയും. അതൊക്കെ വേണോ ഏട്ടാ? വെറുതെ എന്തിനാ ഈ പ്രശ്നം വലുതാക്കുന്നത്? വേണം ഗായത്രി, ഇല്ലെങ്കിൽ അഭി ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. പാപ്പേട്ടൻ വാ, നമുക്ക് പോവാം. നമ്മൾ ഇവിടെ വന്നത് തന്നെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ മമ്മി ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഞങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോ? പറയണ്ടല്ലോ, മുഖം വീർപ്പിച്ച് നിന്നാ പോരെ. ഗായത്രി, നീ പോയി നിന്റെ മരുമോന് കുറച്ച് മോര് കൊടുക്കാൻ നോക്ക്. ആ കെട്ടൊന്ന് ഇറങ്ങട്ടെ. ഞങ്ങള് പോവാ. ജാനകി വാ. ഓ, ഓ. എന്റെ ദൈവമേ, എന്റെ അമ്മ, രണ്ടും വല്ലാത്ത അവതാരങ്ങൾ തന്നെ.